ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ കപ്പയും ചക്കയൊക്കെ നല്ലോണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കപ്പ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിരുന്നു. പക്ഷേ അന്നത്തെ വീഡിയോ വലിയ ക്ലിയർ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചേഞ്ചും കൂടെ ഉണ്ട്. അതിൽ ഞാൻ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും എടുക്കുന്നില്ല, കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുഡിങ്ങിനായിട്ട് ഇത്ര വലുപ്പമുള്ള ഒരു കപ്പൻ്റെ കഷ്ണം, പിന്നെ ഒരു ക്യാരറ്റ് മതിയാവും. ഞാനിപ്പോൾ 2 വേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ്. ഞാനിപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ പോണത് 750 ml പാല് വെച്ചിട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള. പാല് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ കപ്പൻ്റെയും ക്യാരറ്റിൻ്റെയും അളവിലൊക്കെ കൂട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഗ്രേറ്ററിൽ ഏറ്റവും വലിയ ഹോൾസ് ഉള്ളതിൽ വെച്ചിട്ട് കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പുഡിങ്ങിൽക്കായിട്ട് കപ്പ എടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കയ്പ്പുണ്ടോ എന്നുള്ളത്. കയ്പ്പുണ്ടെങ്കിൽ പുഡിങ്ങിൽക്ക് അത്ര ചേരൂല, വലിയൊരു ടേസ്റ്റ് കിട്ടൂല, പുഡിങ്ങും കഴിക്കും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക. നല്ല കപ്പ വേണം ഇതിൽക്കായിട്ട് എടുക്കാൻ. ഇനി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കപ്പ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് അത് നേരെ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് അങ്ങനെ കഴുകിയെടുത്താലും മതിയാവും. അതിലൊരു പൊടി പോലത്തെ സംഭവം ഉണ്ടാവും ഈ കപ്പൻ്റെ ഉള്ളിൽ. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കഴുകിയെടുക്കണേ. കൈ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കിയിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. ഫുൾ പൊടിയും പോയി കിട്ടണം. പിന്നെ നമുക്കതൊരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ക്യാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. നീളത്തിൽ കിടക്കുമ്പം നമ്മൾ പുഡിങ്ങിൽ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ക്യാരറ്റ് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കപ്പ ചെയ്ത പോലെ ക്യാരറ്റ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അത് അതേപോലെ നമുക്ക് പുഡിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുഡിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആദ്യം പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 750 ml പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാല് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പാല് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽക്കായിട്ട് കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര 5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. പിന്നെ ടേസ്റ്റ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോവരുത്, ജസ്റ്റ് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഈ പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ പാലും കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലോണം ചേർന്ന് തിളച്ചിട്ട് പാല് ജസ്റ്റ് ഒന്ന് കുറുകി വരണം. വല്ലാതൊന്നും ആവണ്ട, ഒന്നൊരിത്തിരി നേരം ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേനും തന്നെ ഇത് കുറച്ചൊരു കട്ടിയാവാനായിട്ട് തുടങ്ങും. ഇനി ഈ സമയം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുക. അതിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബോൾസ് ആക്കി പിഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോവും. അങ്ങനെ വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, വെള്ളത്തോടെ ചേർക്കരുത്. ഇനി ഈ കപ്പ കട്ടകളൊന്നും ഇല്ലാതെ പാലിലിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 6-7 മിനിറ്റോളം എടുക്കും കപ്പ കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ കപ്പ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് വേവാൻ അധികം സമയമൊന്നുമില്ല, ഒരു 3 മിനിറ്റൊക്കെ തിളച്ചാൽ തന്നെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇതും കൂടെ ഈ പാലിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ്.
പുഡിങ്ങിന് ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ഇതിൽക്കായിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കുക്കാവാനായിട്ട് തുടങ്ങിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിതിൽക്ക് ചൈന ഗ്രാസ് ചേർക്കണില്ല, പകരം കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ അത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ പൊടി ഒന്ന് കട്ടില്ലാതെ മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ പുഡിങ്ങിൻ്റെ ആ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കാവാനായിട്ട് തുടങ്ങുക. അപ്പം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ആവുന്ന രീതിക്ക് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ മാത്രം ഇപ്പോൾ നമ്മൾ എവിടേക്കാണോ ഒഴിച്ചിട്ടുള്ളത് അവിടെ കിടന്നിട്ട് കട്ടയായിട്ട് പോവും. അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പുഡിങ് കട്ടിയാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ മിക്സ് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ നേരെ ചൂടോടെയാണ് ഒഴിക്കുന്നത്. കാരണം ഇത് എന്താ പറയുക, നോൺ സ്റ്റിക്ക് പാനാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഗ്ലാസിൻ്റെ ട്രേയിലേക്കൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ചൂട് വിട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഡിങ് ഇതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ രാവിലെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. താഴെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. താഴെ വെച്ചാൽ തന്നെ നല്ല പോലെ സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഞാനിപ്പോൾ ഒന്നിങ്ങനെ വിട്ടു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടിട്ട് സഹിക്കാൻ വയ്യേനി. അപ്പം ഞാൻ വേഗം ഒരു സ്പൂണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി മധുരമൊക്കെ നല്ല പാകത്തിനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പം ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഓരോ പീസ് ആക്കിയിട്ടൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ ചൈന ഗ്രാസ് ചേർത്തിട്ടില്ലെങ്കിലും നല്ല പോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. നമ്മളെ വീട്ടിൽ എല്ലാ പുഡിങ്ങിനേക്കാളും ഇഷ്ടം ഈ കപ്പ പുഡിങ്ങിനാണ്. അത്രയും ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇത് കപ്പയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്